ഹലോ ചങ്ങായീസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഈസ്റ്റിലുള്ള പഴശ്ശിരാജ മ്യൂസിയത്തിലാണ്. പിന്നെ ഇവിടെ വരാനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ അമ്മമ്മേൻ്റെ ഗെറ്റ് ടുഗെദറാണ്. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പോകുന്നതാണ്. ഞങ്ങളിവിടെ എത്താൻ കുറച്ച് ലേറ്റായി. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ടാണല്ലോ അവിടെ എത്തൽ. അമ്മമ്മയാണെങ്കിൽ അമ്മമ്മേൻ്റെ ഫ്രണ്ട്സിനെയും തിരഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മ്യൂസിയത്തിൽ വരുന്നത്. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഫുള്ള് പച്ചപ്പും ചെടികളൊക്കെ ആയിട്ട്. അമ്മമ്മേൻ്റെ ഫ്രണ്ട്സിനെ തിരഞ്ഞ് മുന്നിൽ പോയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ. ദാ ഈ ബുഷിൻ്റെ ചെടി കണ്ടില്ലേ? ഇതൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് അവർ വെട്ടിയിരിക്കുന്നത്. ദാ നേരെ കാണുന്നതാണ് കേട്ടോ മ്യൂസിയം. ഞങ്ങൾ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് കയറിയില്ല. ഞങ്ങൾ അമ്മമ്മേൻ്റെ ഗെറ്റ് ടുഗെദർ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷെ അമ്മമ്മേൻ്റെ പൊടി പോലും കാണാനില്ല കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് വരുന്നതിന് മുന്നേ അമ്മമ്മ അവിടെ എത്തിക്കഴിഞ്ഞു. ദാ കണ്ടില്ലേ, എന്ത് പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. ഭാഗ്യത്തിന് മഴയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. കണ്ടില്ലേ ഇവിടുത്തെ ചെടികളൊക്കെ? എന്തൊക്കെ ടൈപ്പ് ചെടികളാണ്. റോസാപ്പൂ തന്നെ കുറേ കളറിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ വേഗം അമ്മമ്മേൻ്റെ ഗെറ്റ് ടുഗെദർ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അമ്മമ്മ ഞങ്ങൾ അതിഥികളെ പോലെ ലഡ്ഡുവൊക്കെ തന്നെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. അമ്മമ്മേൻ്റെ പഴയ കൂട്ടുകാരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. ആ ചേച്ചിമാർ ഞങ്ങൾക്ക് ലഡുവൊക്കെ തന്നു കേട്ടോ. അമ്മമ്മയാണെങ്കിൽ അമ്മമ്മേൻ്റെ പഴയ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞേരം പിന്നെ അമ്മമ്മയ്ക്ക് ഞങ്ങൾ മൈൻഡ് പോലും ഇല്ല. ഞങ്ങൾ ലഡ്ഡുവൊക്കെ തിന്നു. പിന്നെ അവർക്ക് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. ആ കണ്ടില്ല ഒരു ആൻറ്റി ഊഞ്ഞാലാടുന്നത്? അവരവരുടെ പഴയ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോയതാണ്. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. അവരുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട ഒരു ത്രില്ലിൽ ഞാൻ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളിവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ അതിൽ 2-3 എണ്ണത്തിനൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ അവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറേ കളിച്ചു. പിന്നെ ദാ അമ്മമ്മേൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. അതിൽ അമ്മമ്മയുണ്ട് കേട്ടോ. എല്ലാവരും ഹായൊക്കെ പറയുന്നുണ്ട്. അമ്മമ്മയാണ് നല്ല സ്റ്റഡിയിൽ നിൽക്കുന്നുണ്ട്. ആളുടെ വിചാരം ഫോട്ടോ എടുക്കുകയാണെന്നാ. ഞങ്ങൾ ഊഞ്ഞാലാടായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ ഊഞ്ഞാലാടാൻ. ഞാൻ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ മാമൻ പറഞ്ഞേ മാമനൊന്ന് ആടണമെന്ന്. പിന്നെ മാമനും ഭാവിയും കൂടി ഊഞ്ഞാലാടായിരുന്നു. ആറോന് നല്ലോണം ഇഷ്ടമായി എന്നാ തോന്നുന്നത്. മമ്മിയും അമ്മമ്മേൻ്റെ ഫ്രണ്ട്സും കൂടി അവർ പണ്ട് പഠിച്ച സ്കൂളൊക്കെ കാണാൻ പോയി. ഈ മ്യൂസിയത്തിന് മുന്നേ തന്നെയാണ് കേട്ടോ അവരുടെ സ്കൂള്. സമയം കൊണ്ട് ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് കയറി. അവിടെ അധികം വീഡിയോ ഒന്നും അലോഡല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ പഴശ്ശിരാജാവിൻ്റെ കാലത്തുണ്ടായിരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. വാളും കോയിൻസും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും കൂടി ചുറ്റിക്കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.